ഇന്നൽപ്പം നടക്കാൻ പോയാലോ? കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോൾ പതിദേവനെയും കൂട്ടി നടക്കാൻ പോയ കഥയാണ് ഇന്നത്തേത്. തിരുവനന്തപുരത്തെ വെള്ളായണി എന്ന അതിമനോഹരമായ ഗ്രാമമാണ് കേട്ടോ എൻ്റേത്. വെള്ളായണി കായലിൻ്റെ സൗന്ദര്യത്തിൽ നിറഞ്ഞു തുളുമ്പുന്ന ഒരു നാട്. കായൽക്കര പിടിച്ച് പരന്നു കിടക്കുന്ന പാടത്തിപ്പോൾ മുഴുവനും പലതരത്തിലുള്ള പച്ചക്കറി കൃഷിയാണ്. മൂക്കുന്നിമലയോട് കിന്നാരം പറഞ്ഞ് പറക്കുന്ന വിമാനമൊക്കെ കണ്ട് കണ്ണുമിഴിച്ചാണ് ഞങ്ങളുടെ നടത്തം. അവിടുന്ന് ഞങ്ങളുടെ നടത്തം വേറൊരു ദിശയിലേക്കായി. വീടിനടുത്തുള്ള ചെറുബാലമന്ദം ക്ഷേത്രം. പ്രഭാതത്തിൻ്റെ തണുപ്പ് പുതച്ച് ഐശ്വര്യമുള്ള ആലസ്യത്തിലായിരുന്നു അവിടമാകെ. ക്ഷേത്രത്തിന് തൊട്ടു മുന്നിലെ കൈത്തോട്ടിൽ കാല് നനയ്ക്കാതെ പോവുക അസാധ്യമാണല്ലോ. പണ്ടത്തെ അതേ തണുപ്പ് കാലിലേക്ക് അരിച്ചു കയറി. പണ്ട് പ്രഭാകരൻ സാറിൻ്റെ ഹിന്ദി ട്യൂഷൻ ക്ലാസ്സും കഴിഞ്ഞ് വേനലവധിക്ക് റോഡ് വിട്ട് ഈ കൈവഴി പിടിച്ച് തോട്ടിൽ കാൽ നനച്ച് ആമ്പൽ പൊട്ടിച്ച് 2 രൂപയ്ക്ക് സിപ്പപ്പ് മേടിച്ച് നുണഞ്ഞ് കൂട്ടുകാർക്കൊപ്പം ആർത്തുല്ലസിച്ച് നടന്ന വീരകഥകളൊക്കെ കണ്ണനെ പറഞ്ഞു കേൾപ്പിച്ചു. ചോദിക്കാതെ കാശെടുത്ത് സിപ്പപ്പ് വാങ്ങിയതിന് അച്ഛൻ്റെന്ന് തല്ല് കിട്ടിയതായിരുന്നു ക്ലൈമാക്സ്. അത് കണ്ണൻ അങ്ങ് ഇക്ഷ ബോധിച്ചു കേട്ടോ. പണ്ട് രാത്രി പള്ളിച്ചൽ ദിക്കുബലി കാണാൻ ഉത്സവകാലത്ത് കസിൻസിനും ഗീതേപ്പലിക്കും അമ്മയ്ക്കുമൊപ്പം ഓടിയും നടന്നും ഈ വഴി പോയതും, ആദ്യകാലത്ത് ആര്യയ്ക്കൊപ്പം സ്കൂട്ടർ ഓടിച്ച് രസിച്ചതും, അനിയൻ്റെ ഡ്രൈവിംഗ് ക്ലാസിൻ്റെ പ്രാവീണ്യത്തിൽ വയലിലേക്ക് സ്കൂട്ടറും ഞാനും മറിഞ്ഞു വീണതുമൊക്കെ കഥകളായി അവതരിച്ചു. അപ്പോഴേക്കും ഞങ്ങൾ തിരികെ വീടെത്തിയിരുന്നു. പുറത്തെ മതിലിൽ എൻ്റെ പേര് കൊത്തിയ ഞങ്ങളുടെ വീട്.